25,000 കോടി രൂപയുടെ മയക്കുമരുന്ന് ഒരു രാജ്യത്ത് നിന്ന് കേരളത്തിലേക്ക് വരണമെങ്കിൽ ഇവിടെ അതിനൊരു ഉപഭോക്താക്കൾ ഉണ്ടാകണമല്ലോ, ഇവിടെ അതിനൊരു മാർക്കറ്റ് ഉണ്ടാകണമല്ലോ, ഇതിങ്ങനെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ടാകണമല്ലോ. അപ്പോൾ ഈ സൗകര്യങ്ങൾക്കുള്ളൊരു സ്ഥലമായിട്ട് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനുള്ളിൽ കേരളം മാറിയിരിക്കുന്നു എന്നുള്ളതല്ല ഈ വാർത്ത നമ്മളുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്ന വസ്തുത എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല 2023 സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടിരിക്കുന്ന ഒരു സർവേ റിപ്പോർട്ടുണ്ട്. നമ്മൾ ഇത് ഏത് വിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ മയക്കുമരുന്ന് കടത്തപ്പെടുന്നത് എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് 2023 എക്സൈസ് വകുപ്പ് പുറത്തേക്ക് വിട്ടിരിക്കുന്ന സർവേ റിപ്പോർട്ട്. ആ സർവേ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ഡി അഡിക്ഷൻ സെൻ്ററിലുള്ള ആളുകൾ, അതേപോലെ തന്നെ ഈ മയക്കുമരുന്ന് വിഷയത്തിൽ പിടിക്കപ്പെട്ട ആളുകൾ, ഇവരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള സർവേയാണ്. ആ സർവേ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിൽ 70% പേര് 70% ആളുകളെന്ന് പറയുന്നത് 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ളവരാണ്. എന്ന് വെച്ചാൽ ഈ ലഹരി മാഫിയ കേരളത്തിൽ പിടിമുറുക്കുമ്പോൾ അതൊരു വലിയ ലഹരി കമ്പോളമായി കേരളത്തെ മാറ്റുമ്പോൾ ആ കമ്പോളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപഭോക്താക്കളായിട്ട് മാറുന്നത് 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണ് എന്നുള്ളതാണ്. ആ കുട്ടികൾ എവിടെയാണ് പഠിക്കുന്നത്? ആ കുട്ടികൾ പഠിക്കുന്നത് സ്കൂളുകളിലാണ്. 70% ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലാണ്. ഇനി 20% ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് 15 വയസ്സിനും 19 വയസ്സിനും ഇടയിലാണ്. 15 വയസ്സിനും 19 വയസ്സിനുള്ള ആളുകൾ എവിടെയാണ് പഠിക്കുന്നത്? കോളേജിലാണ് പഠിക്കുന്നത്.